എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? സത്യഭാമയാണ് നൂറിൻ്റെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ നൂറിൻ്റെ ബാപ്പ മരിക്കുകയാണ്. മരിക്കുമ്പോൾ സത്യഭാമയുടെ മടിയിൽ കിടക്കുകയാണ് നൂറ്. അങ്ങനെ നൂറിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നസീറിൻ്റെ ബാപ്പ അങ്ങോട്ടേക്ക് വരുന്നത്. ബാപ്പ വന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കും. നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല, ഇറങ്ങി പൊക്കോളാൻ പറയും. അതുപോലെ ആ വാടക വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറയും. അങ്ങനെ സത്യഭാമയും പൊന്നിയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ രാഘവൻ നായർ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ചോദിക്കുക എന്താ, നമ്മൾ പറയും നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയും. അങ്ങനെ അവർ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്യാമയുടെ സർജറിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ രോഹിത്തിനെയും ശാരദയും കയറി കാണുകയാണ്. അപ്പോൾ അവളെ ആശ്വസിപ്പിക്കുന്നത്, നീ വിഷമിക്കുമെന്ന് വേണ്ട, ഞങ്ങൾ പുറത്തുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് ഗുണ്ടയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എത്തുകയാണ് നമ്മുടെ രോഹിത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ രോഹിത്തിനെ ഉന്നം വയ്ക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ അതിൻ്റെ ഇടയിലൂടെ വന്ന് പെടുന്നതുകൊണ്ട് രോഹിത്ത് ജസ്റ്റ് ഒന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീട് ശാലിനിയൊക്കെ വരുന്നു. അപ്പോൾ ശാലിനി പറയുന്നു, എനിക്ക് ശ്യാമയെ കാണണം. അങ്ങനെ ശ്യാമയെ കാണാൻ വേണ്ടി ശാലിനി കയറുക. അങ്ങനെ ശാലിനി അവളെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അവരിനിയും വരും, കാരണം രോഹിത്തിനെ കൊല്ലാനാണ് അവരുടെ ആവശ്യം. അപ്പോൾ ശാലിനി വാക്ക് കൊടുക്കുകയാണ്, നിന്റെ രോഹിത്തിന് ഒന്നും സംഭവിക്കുന്നില്ല, ഞാൻ പുറത്തുണ്ടാവുന്നു. ഇതേ സമയത്ത് ശാരദയും രോഹിത്തും ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. പുറകെ ഗുണ്ടയും പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പിറ്റേ ദിവസം ആണെങ്കിൽ നമ്മുടെ വിഷ്ണു ശാലിനിയെ കൊണ്ടുവിട്ടതിന് ശേഷം ഒരു ഹാഫ് ഡേ ലീവ് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുക എന്താന്ന് പറയും. അപ്പോൾ പറയും, എനിക്കൊരു വാടക വീട്ടിലേക്ക് മാറാണ്. ആർക്കെന്ന് ചോദിക്കുക. എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും 2 കുട്ടികൾക്കും എന്നൊക്കെ പറയും. അപ്പോൾ പറയാം, ഇപ്പം കാണിച്ചേറി, ഇപ്പം ലീവ് തരാമെന്നൊക്കെ പറയും. അവളിങ്ങനെ ആക്കി പറയാം. അപ്പോൾ ലീവ് തരുമല്ലോ എന്നൊക്കെ ചോദിക്കും വിഷ്ണു. അപ്പോൾ അവൾ ആക്കി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തും ശാരദമ്മയും പുറത്തേക്ക് നടക്കുകയാണ്. എന്തോ കലവോ എന്തോ സംതിങ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവരുടെ പുറകെ തന്നെ ഗുണ്ടകളും ഉണ്ട്. ആ സമയത്ത് നമ്മുടെ വിഷ്ണു ശാലി അവിടെ എത്തുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ അവിടെ ഇതൊക്കെ നോക്കുകയാണ്. എന്താ പറയുക, കുറേ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ രോഹിതിനെ തന്നെ നമ്മുടെ ആ ഗുണ്ട ഉന്നം വെക്കുകയാണ്. ഉന്നം വെക്കുന്ന സമയത്ത് രോഹിത് ഒരു ചട്ടി ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. അപ്പം രോഹിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിസ് തിരിയുമ്പോഴത്തേനും ഈ വെടി പൊട്ടും. അപ്പോൾ ആ ചട്ടിയിൽ കൊണ്ട് ആ ചട്ടി പൊട്ടിത്തെറിക്കും. അപ്പോൾ എല്ലാവരും പേടിച്ച് നോക്കുകയാണ്, ശാരദയും നമ്മുടെ രോഹിത്തും ശാലിനിയും വിഷ്ണു എല്ലാം. അങ്ങനെ അപ്പോൾ ശാലിനിക്ക് മനസ്സിലാവും ഗുണ്ടകൾ പുറകെ തന്നെയുണ്ട്, രോഹിത്തിനെയാണ് ലക്ഷ്യം. അങ്ങനെ ഇതാരാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അവർ തപ്പി നടക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ ഈ ലെറ്റർ, ആ പേരെഴുതിയ പേപ്പർ നമ്മുടെ സത്യഭാമയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ സത്യഭാമ അത് വായിക്കുന്നു, സത്യ വിഷ്ണുവിൻ്റെ മോളാണെന്ന്. അപ്പോൾ ഈ സത്യം വിഷ്ണുവിൻ്റെ വായിൽ നിന്ന് തിരിച്ചറിയുകയാണ് സത്യഭാമ. അങ്ങനെ വിഷ്ണു വീട്ടിലേക്ക് വരുമ്പോൾ സത്യഭാമ ചോദിക്കുന്നു. അപ്പം വിഷ്ണു എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.